ചരിത്രത്തിൽ ഒരു കാലത്ത് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരസ്യമായി തള്ളിപ്പറയുകയും ഭീഷണിപ്പെടുത്താൻ നോക്കുകയും ചെയ്ത അതേ ഡൊണാൾഡ് ട്രംപ് ഇന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ്, ഞാൻ നരേന്ദ്രമോദിയുടെ ഒരു കടുത്ത ആരാധകനാണ്, ഇന്ത്യക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ എപ്പോഴും വിളിക്കാമെന്ന്. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി, അല്ലെങ്കിൽ ഇതാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെയും ഇന്ത്യ എന്ന ലോക മഹാശക്തിയുടെയും യഥാർത്ഥ കരുത്ത്. ഡൽഹിയിൽ നടന്ന ഒരു നയതന്ത്ര പരിപാടിയിലേക്ക് വാഷിംഗ്ടണിൽ നിന്നും അപ്രതീക്ഷിതമായി എത്തിയ ഒരു ലൈവ് വീഡിയോ കോളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. പുതിയ US അംബാസഡർ സെർജിയോ ഗോർ വഴി ട്രംപ് നടത്തിയ ആ സർപ്രൈസ് കോൾ കേവലം ഒരു സൗഹൃദ സംഭാഷണമല്ല, മറിച്ച് ഇന്ത്യ എന്ന വൻമരത്തെ കെട്ടിപ്പിടിക്കാതെ ഇനി അമേരിക്കയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന വലിയൊരു യാഥാർത്ഥ്യത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഈ വാക്കുകൾ കേട്ട് അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ ഭയന്ന് വിറക്കുകയാണ്. പണ്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയ ട്രംപിനെ കൊണ്ട് തന്നെ ഞാൻ മോദിയുടെ ഫാനാണെന്ന് പറയിപ്പിച്ച മോദി നയതന്ത്രത്തിന്റെ ആ രഹസ്യം എന്താണ്? ട്രംപിന്റെ ഈ ചുവടുമാറ്റത്തിന് പിന്നിലെ ആ യഥാർത്ഥ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഈ കഥയുടെ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ കുറച്ചു കാലം പുറകോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. ട്രംപ് തന്റെ ആദ്യം ഇന്ത്യയോട് ഇതേ സ്നേഹം മാത്രമാണോ കാണിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ നികുതി ചുമത്തുന്നെന്ന് പറഞ്ഞ് താരിഫ് കിങ് അഥവാ നികുതികളുടെ രാജാവെന്ന് ഇന്ത്യയെ പരസ്യമായി പരിഹസിച്ച ചരിത്രമുണ്ട് ഇതേ ഡൊണാൾഡ് ട്രംപിന്. ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ നികുതി കുറച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സാമ്പത്തിക നടപടിയെടുക്കുമെന്ന് വരെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അത്രമാത്രമല്ല, കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ താൻ അതിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പോലും ട്രംപ് മുൻപ് ശ്രമിച്ചിട്ടുണ്ട്. കാശ്മീർ ഇന്ത്യയുടെ മാത്രം ആഭ്യന്തര കാര്യമാണെന്നും അതിൽ മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ടതില്ലെന്നുമുള്ള ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെ വെല്ലുവിളിക്കാനായിരുന്നു അന്ന് അമേരിക്കയുടെ ഭാവം. കാലാവസ്ഥാ വ്യതിയാന കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വായു മലിനമാക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അന്ന് ആ ഭീഷണികൾക്ക് മുന്നിലൊന്നും ഇന്ത്യ എന്ന രാജ്യമോ നരേന്ദ്രമോദി എന്ന നേതാവോ തലകുനിച്ചില്ല. ആ തള്ളിപ്പറച്ചിലുകളെയും വെല്ലുവിളികളെയും കൃത്യമായ തന്ത്രങ്ങളിലൂടെ നേരിട്ടത് കൊണ്ടാണ് ഇന്ന് അതേ ട്രംപിന് ഇന്ത്യക്ക് മുന്നിൽ നിലപാട് മാറ്റേണ്ടി വന്നത്. അമേരിക്കയുടെ ഭീഷണികളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും ഇന്ത്യ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് നോക്കിയാൽ മനസ്സിലാകും മോദിയുടെ കരുത്ത്. സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും ഇന്ത്യ സ്വന്തമാക്കിയ വൻ കുതിച്ചുചാട്ടമാണ് അമേരിക്കയെ വിറപ്പിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധ ഭീഷണിയുമായി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയിട്ടും സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം മാത്രം മുൻനിർത്തി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയ മോദിയുടെ ആർജവമുള്ള വിദേശ നയം ട്രംപിനെ പോലൊരു നേതാവിനെ അത്ഭുതപ്പെടുത്തി. അമേരിക്ക കനത്ത നികുതി ചുമത്തി ഇന്ത്യയെ ഒതുക്കാൻ നോക്കിയപ്പോൾ ഒടുവിൽ അമേരിക്കയ്ക്ക് തന്നെ ഇന്ത്യയുമായി പുതിയൊരു വ്യാപാര കരാറിൽ ഒപ്പിടേണ്ടി വന്നു. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായ ഇന്ത്യയെ പിണക്കിയാൽ അമേരിക്കൻ കമ്പനികൾ തകരുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഹൗഡി മോദി, നമസ്തേ മോദി തുടങ്ങിയ വൻകിട ജനകീയ പരിപാടികളുടെ ഇന്ത്യയുടെ ജനപിന്തുണയും കരുത്തും എന്താണെന്ന് ട്രംപ് നേരിട്ട് കണ്ടറിഞ്ഞത്. ആഗോളതലത്തിൽ ചൈനയെ തളയ്ക്കണമെങ്കിൽ ഇന്ത്യ എന്ന മഹാശക്തിയുടെ സഹായമില്ലാതെ അമേരിക്കയ്ക്ക് ഒരു അടവ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് ട്രംപ് മനസ്സിലാക്കി. തലകുനിക്കാത്ത സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ ഈ പുതിയ കരുത്ത് കണ്ടുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഇന്ത്യയെയും മോദിയെയും വാനോളം പുകഴ്ത്തുന്നത്. ഇനി നമുക്ക് ഡൽഹിയിൽ നടന്ന സംഭവത്തിലേക്ക് വരാം. ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ സെർജിയോ ഗോർ ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസഡറായി ചാർജ് എടുത്തതിന് പിന്നാലെ ഡൽഹിയിൽ ഒരു പ്രത്യേക നയതന്ത്ര ചടങ്ങ് നടക്കുകയായിരുന്നു. ചടങ്ങിനിടയിൽ അപ്രതീക്ഷിതമായി അംബാസഡർ തന്റെ ഫോണിൽ നിന്നും വാഷിംഗ്ടണിലുള്ള ഡൊണാൾഡ് ട്രംപിനെ ലൈവ് വീഡിയോ കോളിൽ ബന്ധിപ്പിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധികളും നയതന്ത്രജ്ഞരും ഒരു ഔദ്യോഗിക ആശംസ മാത്രമാണ് ട്രംപിൽ നിന്നും പ്രതീക്ഷിച്ചത്. എന്നാൽ ഫോൺ കണക്ട് ആയതും ട്രംപ് ആ ചടങ്ങിനെയാകെ മാറ്റിമറിച്ചുകൊണ്ട് കട്ടമാസ ശൈലിയിലാണ് സംസാരിച്ചു തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രധാനമന്ത്രി മോദിയെ ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധകനാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിൽ ഒരിക്കലും ഇത്രത്തോളം ശക്തമായിരുന്നിട്ടില്ല. ഇന്ത്യക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ആരെയാണ് വിളിക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഇന്ത്യക്ക് എന്നിലും എൻ്റെ രാജ്യത്തിലും 100% വിശ്വാസം അർപ്പിക്കാം. ഒരു സൂപ്പർ പവർ രാജ്യത്തിന്റെ തലവൻ മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയെ കുറിച്ച് ഇത്രയും പരസ്യമായി പുകഴ്ത്തുന്നത് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്.
ട്രംപിന്റെ ഈ ഒരു ഒറ്റ പ്രസ്താവന പുറത്തു വന്നതോടെ ഏറ്റവും വലിയ തിരിച്ചടിയും ഞെട്ടലും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലാണ്. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ കാലങ്ങളായി അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ വാങ്ങി ഇന്ത്യക്കെതിരെ തീവ്രവാദത്തെയും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ എപ്പോഴും തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. മുൻപ് പാകിസ്ഥാനുള്ള ധനസഹായം ട്രംപ് നിർത്തലാക്കിയിരുന്നു. ഇപ്പോൾ ട്രംപ് പരസ്യമായി ഇന്ത്യക്ക് എന്ത് സഹായം വേണമെങ്കിലും അമേരിക്കയുണ്ട്, ഞാൻ മോദിയുടെ ഫാൻ ആണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ദക്ഷിണേഷ്യയിലെ മുഴുവൻ ശക്തി സമവാക്യങ്ങളെയും മാറ്റിമറിക്കുകയാണ്. ഇന്ത്യക്കെതിരെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നീക്കത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക ഇന്ത്യയുടെ ഒപ്പം ഉണ്ടാകുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ചൈനയുടെ തോളിൽ കൈയിട്ട് ഇന്ത്യയെ ഒതുക്കാൻ നോക്കുന്ന പാകിസ്ഥാന്റെ സകല തന്ത്രങ്ങൾക്കും മുകളിലാണ് ട്രംപിന്റെ ഈ ഒരൊറ്റ ഫോൺ കോൾ വീണിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയ അമേരിക്കയെ കൊണ്ട് ഇന്ന് ഇന്ത്യയുടെ പാതയിലേക്ക് കൊണ്ടുവയ്ക്കാൻ സാധിച്ചത് നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വവും ഇന്ത്യയുടെ വളരുന്ന സാമ്പത്തിക പ്രതിരോധ കരുത്തുമാണ്. ലോകരാഷ്ട്രീയത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ ഇന്ന് വളർന്നു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ട്രംപിന്റെ ഈ വാക്കുകൾ. വരും ദിവസങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോദിയും ട്രംപും തമ്മിലുള്ള ഈ കെമിസ്ട്രി കേവലം ഒരു വ്യക്തിബന്ധമല്ല, അത് വരും നാളുകളിൽ ലോകത്തിന്റെ ഭൂപടത്തെയും രാഷ്ട്രീയത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു മഹാസഖ്യത്തിന്റെ അടിത്തറയാണ്. ഇനി ഇവിടെയാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം നോക്കി നിന്ന് അത്ഭുതപ്പെടുന്നത്. കാരണം അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ സകല ചരിത്രങ്ങളെയും കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് ഈ ലോകവേദിയിൽ വിസ്മയം തീർക്കുന്നത്. ഒരു കാലത്ത് വികസ്വര രാജ്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നോക്കിയ വൻ ശക്തികൾ പോലും ഇന്ന് ഇന്ത്യയുടെ ഈ വളർച്ച കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയെയും അതിന്റെ കരുത്തുറ്റ നേതൃത്വത്തെയും ഇനി ആർക്കും തളയ്ക്കാനോ അവഗണിക്കാനോ കഴിയില്ലെന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഒരു വശത്ത് വൻ സാമ്പത്തിക ശക്തികൾക്ക് പോലും അടിപതറുമ്പോൾ മറുവശത്ത് സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്ന ഭാരതത്തിന്റെ ഈ മാസ് എൻട്രി കണ്ട് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും അത്ഭുതത്തോടെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം ആഗോളതലത്തിൽ ഇന്ത്യ ചെലുത്തുന്ന സ്വാധീനം വരും തലമുറകളുടെ പോലും ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇന്ത്യയുടെ ഒപ്പ് എത്രത്തോളം വലുതാണെന്ന് അടിവരയിടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ഇന്ന് ലോക രാഷ്ട്രീയത്തിന്റെ നെറുകയിലാണ് നിൽക്കുന്നത്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര തീരുമാനങ്ങൾക്കും ഉപരോധ ഭീഷണികൾക്കും മുന്നിൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിയിരുന്ന ഒരു ലോകമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, കഥയും മാറി. ആഗോളതലത്തിൽ ഏതൊരു വലിയ ചതുരംഗം കളിക്കണമെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ എന്ത് വലിയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ലോക മഹാശക്തികൾക്ക് പോലും ഇന്ന് നോക്കി നിൽക്കേണ്ടി വരുന്നു. തലകുനിക്കാത്ത വിദേശ നയവും സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ശക്തമായ നേതൃത്വവുമാണ് ഇന്ന് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ വില ഉയർത്തിയിരിക്കുന്നത്. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. വരും നാളുകളിൽ സാമ്പത്തിക രംഗത്തായാലും പ്രതിരോധ രംഗത്തായാലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ലോകത്തെ നയിക്കുന്ന ശക്തിയായി ഇന്ത്യ മാറുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചരിത്രം എന്നും കരുത്തുള്ളവർക്കൊപ്പം നിന്നിട്ടുള്ളൂ. ഇന്ന് ആ കരുത്തിന്റെ പുതിയ പേരായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു. ഈ ഒരു ആഗോള രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചും ലോകവേദിയിൽ ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വമ്പൻ മുന്നേറ്റങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.